ഹലോ ഗായ്സ്, പെട്ടെന്നുള്ള ഒരു സിനിമയ്ക്ക് പോകലാണ്. പാതിരാത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവങ്ങളുണ്ട്. എന്നെ ഒരുക്കി നിർത്തിയിട്ട് 1 മണിക്കൂറായി മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ഈ നിൽക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത അവനും അവൻ്റെ പപ്പയുമായിട്ടുള്ള ദേവിയുടെ പപ്പയുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ചടപടേ ചടപടേ എന്നും പറഞ്ഞ് ഞങ്ങൾ കാറിൽ കയറിയപ്പോൾ ആഹാ, ദേവ ഷൂ ഇട്ടിട്ടില്ല. അതിന് മറ്റൊരു തർക്കം. അങ്ങനെ ഞങ്ങൾ ഈ തർക്കവാദങ്ങളെല്ലാം കഴിഞ്ഞ് സിനിമയിലേക്കുള്ള പുറപ്പാടിലാണ്. ആ യാത്രയിൽ പലതരം കുരുത്തക്കേടുകൾ ദേവ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഏത് സിനിമ കാണണമെന്നുള്ള കൺഫ്യൂഷനാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോയത് നുണക്കുഴി കാണണമെന്നാണ്. എങ്കിൽ അത് തന്നെ കാണാമെന്ന് ഞാനും അങ്ങ് കരുതി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ദേവിക്കപ്പോൾ വിജയിയുടെ സിനിമ കാണണം. റിലീസാവാത്ത സിനിമ ഞങ്ങൾ എങ്ങനെ കാണിക്കും? അത് അവനോട് പറഞ്ഞിട്ട് അവൻ ഒരു വിധത്തിൽ കേൾക്കുന്നില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു, എടാ വാ, നമുക്കുള്ള സിനിമയെങ്കിലും കാണാം. അപ്പോൾ അവൻ വാഴ വിളിച്ച് കാണിക്കുന്നു. വാഴയെക്കുറിച്ചൊന്നും പറയണ്ട. വാഴ കണ്ടിട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് നിൽക്കുന്ന ആളാണത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. വലിയ ആളും ബഹളമൊന്നുമില്ല. കുറച്ച് ദിവസം ആയില്ലേ സിനിമ റിലീസായിട്ട്. അപ്പോൾ തന്നെ ദേവിക്ക് ഫ്രൂട്ടി വേണം, ഒപ്പം ഞാനും നട്ട്സും. കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ദേവ സിനിമ കണ്ടു തീർന്ന ഉടനെ ആടിപ്പാടി വന്ന ദേവയാ. 4 കാലിലായി ഉറക്കം. സ്കൂളിൽ പോയ ക്ഷീണമൊക്കെ കാണും. അപ്പം സിനിമയൊക്കെ കണ്ടു കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.